ഏതാണ്ട് ഒരു മാസം മുമ്പ് നമ്മളെ ഹോസ്പിറ്റലിൽ 2 കന്യാസ്ത്രീകൾ മെഡിക്കൽ സിസ്റ്റർ ആവാൻ വേണ്ടി പഠിക്കുന്നവരാണ്. അവർ ട്രെയിനിങ്ങിന് വന്നിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ സിസ്റ്റർമാരും ഒക്കെ ആയിട്ട് നമ്മൾ നല്ല സൗഹൃദ ബന്ധത്തിലാണെങ്കിലും ഇവരോട് വല്ലാത്തൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. അവൻ്റെ OP-യിൽ ഞാനിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ ഒരുപാട് പേഷ്യൻസ് വരും. അവരും തട്ടം മട്ട സഹോദരിമാർ തന്നെയാണ്. അവർ വരുമ്പം ഈ കന്യാസ്ത്രീകളായ ഈ സഹോദരിമാരോട് ഒരു പ്രത്യേക സ്നേഹം കാണിക്കുന്നത് കാണും. ഞാൻ പറയും, മറ്റൊരു സിസ്റ്റർമാർക്കും കിട്ടാത്തൊരു ആദരവും ബഹുമാനമൊക്കെ ഇവരൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ എന്നാണ്. രണ്ടും 2 വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരാണ്. ആ വ്യത്യസ്ത മതത്തെക്കുറിച്ചും പറയണമെങ്കിൽ അന്ന് വന്ന ഒരു കുറച്ച് താടിയൊക്കെ വെച്ച് ജുബ്ബയൊക്കെ ഇട്ട് ഒരു വെള്ള തൊപ്പിയൊക്കെ ഇട്ട് വന്ന ഒരു സഹോദരനെ കുറിച്ച് ഞാൻ ഓർക്കുക പെട്ടെന്ന്. ഈ കന്യാസ്ത്രീകളെ കണ്ടപ്പോൾ അവർ സംസാരിച്ചു. അപ്പോൾ അയാൾ പറയുന്നുണ്ടായിരുന്നു, ഇവർ നമ്മുടെ ഈസാ നബീനെ ആൾക്കാരാട്ടോ. ഒരു വ്യത്യാസമേ ഉള്ളൂ, അവർ ഈസാ നബീനെ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശ്വസിക്കുന്നത്, നമുക്ക് ദൈവത്തിൻ്റെ പ്രവാചകനാണ്, അത്ര വ്യത്യാസമേ ഉള്ളൂ. പിന്നെ പറഞ്ഞു നമ്മൾ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ആരോടും മതം രാഷ്ട്രീയം എന്നുള്ള വിഷയങ്ങൾ ആരോടും ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാറില്ല. ആ കന്യാസ്ത്രീകളും പറയാറുണ്ട്, ഞങ്ങൾ മതവും രാഷ്ട്രീയവും ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാറില്ല. മതം രാഷ്ട്രീയം എന്നവർ പറഞ്ഞിട്ടില്ല, ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാറില്ല. കാരണം ഇത് രണ്ടും ഭയങ്കര സെൻസിറ്റീവ് വിഷയങ്ങളാണ്. കാരണം മതത്തിൽ ഇന്ന് ദൈവത്തിൽ യഥാർത്ഥ വിശ്വാസമുള്ളവരില്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഉണ്ടെങ്കിൽ തർക്കിക്കൂല, കാരണം തർക്കിക്കേണ്ട ആവശ്യമില്ല. ദൈവം ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള ബോധ്യമുള്ള ഒരാൾക്ക് എന്തിനപ്പോൾ അതിനെ തർക്കിക്കേണ്ടത്? ഒരു മതം ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിലേക്ക് പോകുന്നതിന് എന്തിനാ ഇത്ര ഇങ്ങനെ ആശങ്കപ്പെടേണ്ടത്? ഞങ്ങളുടെ മതം വിട്ടുപോവോ എന്നുള്ള ആശങ്കയിൽ എന്തിനാണ് ഇങ്ങനെ പിടിച്ചു നിർത്തേണ്ടത്? അവരുടെ മതം ഇങ്ങനെ വളർന്നു വരികയാണ്, ലോകം മുഴുവൻ വ്യാപിച്ചു വരികയാണെന്നുള്ള അസൂയയിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവരുടെ എവിടെയോ നടക്കുന്ന എന്തെങ്കിലും വർഗീയ ഭീകര പ്രശ്നങ്ങളുടെ പേരിൽ ഒരു സമുദായത്തെ മുഴുവൻ ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ടത്? ഇത്തരം ആശങ്കകളൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമല്ല. മനുഷ്യ മതത്തിൽ ജീവിക്കുകയോ ഉപേക്ഷിക്കുകയോ ദൈവവിശ്വാസികളാവുകയോ ആവാതിരിക്കുകയൊക്കെ ചെയ്യട്ടെ. ദൈവവിശ്വാസമുള്ള ഒരാളെ വ്യക്തിക്ക് ദൈവ യാഥാർത്ഥ്യ ബോധ്യമായി യാഥാർത്ഥ്യത്തിലുള്ള അനുഭവമായിട്ട് അവിടെ ഉണ്ടാവണം. അവർക്ക് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഈ കന്യാസ്ത്രീകളോട് പ്രത്യേകിച്ചൊരു ആദരവും ബഹുമാനം കാണിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്റർമാർ, ഞാൻ ഡബിൾ സിസ്റ്റർമാരെന്നാണ് വിളിക്കുക, അവർ ഡബിൾ സിസ്റ്റർ എന്നാണ് വിളിക്കുക. കന്യാസ്ത്രീ സിസ്റ്ററും ഞാൻ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ തമാശ രൂപത്തിലാട്ടോ പറയുന്നത് എന്നൊക്കെ പറയാം. ഇടയ്ക്ക് ഞങ്ങൾ കുറച്ചൊക്കെ മതം, പിന്നെ അവർ വളരെ ഫ്രണ്ട്ലി ആയപ്പോൾ മതം പറഞ്ഞപ്പോൾ അന്നെന്തോ മഹാനായ, ഞാൻ യേശുവിനെ പ്രവാചകൻ എന്ന് വിശ്വസിക്കുന്നൊരു വിശ്വാസിയാണ്. അത് വെച്ചിട്ട് മറ്റുള്ളവർ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണെന്നൊന്നും പറഞ്ഞ് നടക്കാറില്ല. അതും ഓക്കെയാണ്, ആർക്കും എങ്ങനെയും വിശ്വസിക്കാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, എന്ന് പറഞ്ഞു എന്തോ ഒരു ദിവസമായിരുന്നു അവർ വന്ന സമയത്ത്, മറിയം ഡേ എന്തോ പറഞ്ഞിട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും മറിയം വിശ്വാസികളുടെ മാതാവായിട്ടാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആയൊരു ദിവസം തന്നെയാണ്. മറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളുടെ മാതാവാണെന്നാണ് ഇസ്ലാമിക് പ്രൊഫറ്റ് പരമ്പരയിലെ അവസാന പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയൊക്കെ പഠിപ്പിച്ചത്. പിന്നെ ഇസ്ലാമിക് പ്രൊഫറ്റിൽ അതിന് തൊട്ട് മുമ്പ് വന്ന പ്രവാചകനായിട്ട് കാണുന്ന ഈസാ നബിയുടെ മാതാവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് സ്നേഹബന്ധത്തോടെ പറഞ്ഞു പോയി. ഇപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇന്നിങ്ങനെ ഓരോ തട്ടത്തിൻ്റെയും മറ്റും വിവാദങ്ങൾ അരങ്ങേറുമ്പം മനുഷ്യന് യോജിച്ച് പോകാൻ പറ്റുന്നതും സന്തോഷത്തെയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എല്ലാത്തിലും ഉണ്ട്. നമ്മളതിനൊക്കെ ഇങ്ങനെ വർഗീയമായി ഇതായിട്ട് കാണേണ്ടതില്ല. കാരണം ഈ രാഷ്ട്രീയത്തിന് വേണ്ടി മതം ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, അവിടെ ശത്രുവിനെ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം ശത്രുവിനോടുള്ള ഭയമാണ് ഏറ്റവും വലിയൊരു വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ എങ്ങനെ വോട്ട് ചെയ്യാൻ പോവുക? എന്നെ പേടിപ്പിക്കുന്ന എന്തോന്നും അവിടെയുണ്ട്, ഇതിൽ നിന്ന് എനിക്ക് ഓടി മാറിയാൽ മാത്രമേ എനിക്ക് സുരക്ഷിതത്വമുള്ളൂ, ഞങ്ങൾ നിങ്ങൾക്ക് സുരക്ഷിതം തരാം എന്നുള്ളൊരു മെൻ്റൽ മാപ്പ് ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുത്താലേ എന്താക്കാൻ പറ്റുള്ളൂ, അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? വോട്ട് ബാങ്കായിട്ട് പരിവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ലോകത്ത് എവിടേക്കോ നടക്കുന്ന യുദ്ധങ്ങൾ, അവിടുത്തെ സാഹചര്യങ്ങൾ, അവരായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സംഘടനകൾ, ആ സംഘടനകളുടെ പേരൊക്കെ എന്ത് ചെയ്യും? പല മതത്തിൻ്റെയും ഒക്കെ പേരിൽ അങ്ങോട്ട് ചാർത്തി കൊടുക്കും.
എവിടെ നടക്കുന്ന യുദ്ധം ഉണ്ടെങ്കിലും അതിലൊക്കെ പേര് മതത്തിൻ്റെ പേരിൽ ചാർത്തി കൊടുക്കും. ആ മതവിശ്വാസവുമായിട്ടല്ല അത്. ആ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരിക്കും. അവർ വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയിട്ട് ബോംബിടുകയോ അല്ലെ വേറൊരു നാട്ടിൽ പോയിട്ട് എന്തോ ഇടുകയോ ഒന്നും ചെയ്യൂല. പറഞ്ഞ മനസ്സിലായില്ലേ? അതാ നാടിൻ്റെ പ്രശ്നങ്ങളാണ്. ഇപ്പം നമുക്കറിയാം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ നല്ല പൊരിഞ്ഞ യുദ്ധമാണ് കഴിഞ്ഞ ദിവസങ്ങൾ അരങ്ങേറിയത്. പൊരിഞ്ഞ യുദ്ധമാണ്. അഫ്ഗാനിസ്ഥാൻ നമ്മുടെ നാടിൻ്റെ നമ്മളെ മിത്രമാണ്. അവിടെ പാകിസ്ഥാനിൽ എല്ലാ മതസ്ഥരും ഉണ്ട്, അഫ്ഗാനിസ്ഥാനിലും എല്ലാ മതസ്ഥരും ഉണ്ട്. അവർ രാഷ്ട്രീയ സാഹചര്യമാണ്, അതല്ലാണ്ട് മതത്തിൻ്റെ പ്രശ്നമല്ല. എന്നാൽ ആ 2 സ്ഥലങ്ങളിലും ഒരേ മതമാണ് മെജോറിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണെന്നുള്ളത് എനിക്കറിയില്ല, ദൈവത്തിനെ അറിയുള്ളൂ ആരൊക്കെ ഏത് മതവിശ്വാസിയാണെന്നുള്ളത്. നമ്മളല്ല അത് നിർവചിക്കേണ്ടത്. ഒരാളുടെ യൂണിഫോം കണ്ടിട്ടോ ഒരാൾ അതാണെന്ന് അറിഞ്ഞിട്ടല്ല, നിർഭയത്വത്തോടെ ജീവിക്കുന്ന ഈശ്വര വിശ്വാസത്തെ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ വിശ്വാസി എന്നാണ്. അവർക്കൊരു അവരെന്നും സ്വസ്ഥതയായിരിക്കും, മറ്റൊന്നിനെ കളിയാക്കൂല, പരിഹസിക്കൂല, സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കും, ദൈവത്തിന് വേണ്ടി തർക്കിക്കൂല. ഇങ്ങനത്തെ ഒരു വ്യക്തിയെ മാത്രമേ ഞാൻ ദൈവവിശ്വാസിയിൽ കാണാറുള്ളൂ. അതിനിപ്പോൾ വല്ല തലപ്പാവിട്ടിട്ടോ കന്യാസ്ത്രീയെ വേഷം ധരിച്ചിട്ടോ സന്യാസി വേഷം ധരിച്ചിട്ടോ വരുന്ന ആണെന്നൊന്നും ഞാൻ പറയില്ല. എമോഷണൽ ആവില്ല, വൈകാരികമാകാൻ പറ്റൂല അവർക്ക്. അങ്ങനെ ആ കന്യാസ്ത്രീകൾ അവിടെ നിന്ന് പോകുമ്പം പല പേഷ്യൻസും പറയും, നിങ്ങൾ ഇന്നും ഇവിടെ വേണം കേട്ടോ, നിങ്ങൾ നല്ല ആൾക്കാരാട്ടോ, നല്ല ഇതാണെന്ന് പറയും. അവിടെ മതത്തിൻ്റെ ഒന്നും വേർതിരിവുണ്ടായിട്ടില്ല. അവിടെയൊക്കെ മതങ്ങളെ പരസ്പരം ഒന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകളാണ് ഉണ്ടായത്. മനസ്സിലായില്ലേ? അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ രാഷ്ട്രീയക്കാരോ അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഭീരുക്കളായിട്ടുള്ള ജനങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി എന്തിനെയോ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വിശ്വാസങ്ങളെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിശ്വാസങ്ങളെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ അതിൻ്റെ ട്രാപ്പിൽ പെട്ടിട്ട് നമ്മളെ സ്വസ്ഥത നഷ്ടപ്പെടരുത്. ഒരു മനുഷ്യൻ ഏത് ദൈവവിശ്വാസിയാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ആ ദൈവവിശ്വാസം എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം നൽകുന്ന സ്വസ്ഥത നഷ്ടപ്പെടുന്നത് കാരണമാകരുത്. ഭയത്തിൻ്റെയോ നമ്മൾക്ക് മറ്റൊന്നിനോട് പേടിപ്പിക്കുന്നയോ മറ്റൊന്ന് പരിഹസിക്കുന്നയോ ഒരു ചെറിയൊരു അംശം നമ്മളെ ഹൃദയത്തിൽ കടന്നുകൂടിയാൽ അവിടെ ദൈവവിശ്വാസം ഉണ്ടാവില്ല, അവിടെ ദൈവത്തിൽ എത്തുകയില്ല, അവിടെ ദൈവവിശ്വാസം കൊണ്ടുണ്ടാകുന്ന ലക്ഷ്യവും കിട്ടില്ല. ഓക്കെ.